ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ കൈവശമുള്ള 60,000 ഏക്കറോളം ഭൂമി ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി വിധി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ഇതുവരെ നടപടി തുടങ്ങിയില്ല. 2 മാസത്തിനകം നടപടി ആരംഭിക്കാൻ ഫെബ്രുവരി 28-നാണ് ഹൈക്കോടതി വിധിച്ചത്. ഈ സാഹചര്യത്തിൽ ഹാരിസൺ മലയാളം ലിമിറ്റഡ് നടത്തിയ ക്രമക്കേടുകളുടെ പൂർണ്ണ വിവരങ്ങൾ വെളിപ്പെടുത്തുകയാണ് മാധ്യമം വാരിക. ഹാരിസൺ മലയാളം ലിമിറ്റഡ് എന്ന കമ്പനിയുടെ നിയമപരമായ നിലനിൽപ്പ് ചോദ്യം ചെയ്യുന്ന റിപ്പോർട്ടിൽ മിച്ചഭൂമിയുടെ പരിധി സംബന്ധിച്ച വിവരങ്ങൾ കമ്പനി മറച്ചുവെച്ചതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. ഇത് മറച്ചുവെക്കുന്നതിന് ഉദ്യോഗസ്ഥരുടെയും ഭരണകർത്താക്കളുടെയും സഹായമുണ്ടായിരുന്നു. ഇങ്ങനെ കൈവശം വെച്ച തോട്ടങ്ങളിൽ നിന്നുള്ള റബ്ബറും തേയിലയും വിറ്റ് പ്രതിദിനം 1000 കോടി രൂപയോളം ലണ്ടനിലേക്ക് ഒഴുകുകയാണെന്ന് ബിനു ഡി രാജ റിപ്പോർട്ട് ചെയ്യുന്നു. 1909-ലും 11-ലുമായി ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ട 2 കമ്പനികൾ പിന്നീട് ഹാരിസൺ മലയാളം ലിമിറ്റഡായി മാറിയത് ഭൂപരിഷ്കരണ നിയമത്തിലെയും വിദേശ നാണ്യ വിനിമയ നിയന്ത്രണ ചട്ടത്തിലെയും വ്യവസ്ഥകൾ ലംഘിച്ചാണ്. 1984-ൽ ഹാരിസൺ മലയാളം ലിമിറ്റഡ് നിലവിൽ വരുമ്പോൾ അതിന്റെ 1 ലക്ഷം ഓഹരികൾ ഇംഗ്ലണ്ടിലെ കമ്പനിക്കായിരുന്നു. വിദേശ നാണ്യ നിയന്ത്രണ ചട്ടത്തിലെ വ്യവസ്ഥയനുസരിച്ച് ഇങ്ങനെ ഓഹരി പങ്കാളിത്തം വേണമെങ്കിൽ റിസർവ് ബാങ്കിന്റെ അനുമതി വേണം. എന്നാൽ ഹാരിസൺ ലിമിറ്റഡ് അനുമതി വാങ്ങിയിരുന്നില്ല. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലായാണ് HMLന്റെ ഭൂമി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ മുഴുവൻ വയനാട്ടിലെ വൈത്തിരി ലാൻഡ് ബോർഡിലേക്ക് മാറ്റി. കൈവശമുള്ള മിച്ചഭൂമി സംബന്ധിച്ച് HML ലാൻഡ് ബോർഡ് മുമ്പാകെ നൽകിയത് കത്ത് മാത്രം. റവന്യൂ വകുപ്പിന്റെ നിശ്ചിത ഫോറത്തിൽ വിവരങ്ങൾ നൽകണമെന്ന് ഇതുവരെ ആരും നിർബന്ധിച്ചില്ല. ഭൂമിയുടെ ആധാരങ്ങളുടെ അസൽ പോലും കമ്പനിയുടെ പക്കലില്ലെന്ന് കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് നിയോഗിക്കപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഹാരിസൺ അനധികൃതമായി കൈവശം വെച്ച ഭൂമി തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കുന്നതിൽ നിന്ന് ഹൈക്കോടതിയുടെ 6 ബെഞ്ചുകൾ ഒഴിഞ്ഞുമാറിയതും മാധ്യമം റിപ്പോർട്ട് എടുത്തു പറയുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് ഇന്ന് അറിയപ്പെടുന്ന കമ്പനിയുടെ രൂപവൽക്കരണം തന്നെ തട്ടിപ്പായിരുന്നുവെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. ഭൂപരിഷ്കരണ നിയമത്തെ അട്ടിമറിച്ച് ഹാരിസൺ മിച്ചഭൂമി കൈവശം വെച്ചെന്നും റിപ്പോർട്ടിൽ വിവരിക്കുന്നുണ്ട്. 1909-ൽ ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ട മലയാളം റബ്ബർ ആൻഡ് ടീ പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലിമിറ്റഡും 1911-ൽ രൂപം കൊണ്ട ഹാരിസൺസ് ആൻഡ് ക്രോസ്ഫീൽഡ് ലിമിറ്റഡുമാണ് ഇന്നത്തെ ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ പൂർവ്വരൂപങ്ങൾ. 1921-ൽ റബ്ബർ ആൻഡ് ടീ പ്രൊഡ്യൂസേഴ്സ് കമ്പനിയും മറ്റ് ചില കമ്പനികളും ലയിച്ച് മലയാളം പ്ലാന്റേഷൻസ് ലിമിറ്റഡ് UK രൂപം കൊണ്ടു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷവും ഈ UK കമ്പനി ഇവിടെ പ്രവർത്തിച്ചു. വിദേശ കമ്പനികൾ സ്ഥാവര സ്വത്തുക്കൾ കൈവശം വയ്ക്കുന്നത് നിയന്ത്രിച്ച് 1973-ൽ വിദേശ നാണ്യവിനിമയ ചട്ടം നിലവിൽ വന്നു. ഇതിനുശേഷമാണ് ഹാരിസൺ മലയാളം ലിമിറ്റഡ് രൂപവൽക്കരിക്കുന്നത്. ഇതിനായി ആദ്യം മലയാളം പ്ലാന്റേഷൻസ് ലിമിറ്റഡിന്റെ പേര് മലയാളം പ്ലാന്റേഷൻസ് ഹോൾഡിംഗ്സ് ലിമിറ്റഡ് UK എന്നാക്കി. 1977-ലായിരുന്നു ഇത്. പിന്നീട് കൊച്ചിയിൽ ഹാരിസൺ ആൻഡ് ക്രോസ്ഫീൽഡ് ഇന്ത്യ ലിമിറ്റഡ്, മലയാളം പ്ലാന്റേഷൻസ് ഇന്ത്യ എന്നീ കമ്പനികൾക്ക് രൂപം നൽകി. മലയാളം പ്ലാന്റേഷൻസ് ഹോൾഡിംഗ്സ് ലിമിറ്റഡും മലയാളം പ്ലാന്റേഷൻസ് ഇന്ത്യയും ആദ്യം ലയിച്ചു. 1984-ൽ ഹാരിസൺ ആൻഡ് ക്രോസ്ഫീൽഡ് ഇന്ത്യ ലിമിറ്റഡ് മലയാളം പ്ലാന്റേഷൻസ് ഇന്ത്യയിൽ ലയിപ്പിച്ചു. ദിവസങ്ങൾക്കകം പുതിയ കമ്പനിയുടെ പേര് ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് എന്നാക്കി. ലയനം നടക്കുമ്പോൾ 2 കമ്പനികളിൽ ഇംഗ്ലണ്ടിലെ കമ്പനിക്ക് ഓഹരിയുണ്ടായിരുന്നു. വിദേശ ഓഹരിയുടെ കാര്യത്തിൽ റിസർവ് ബാങ്കിന്റെ അനുമതി വാങ്ങണം എന്ന വ്യവസ്ഥയോടെയാണ് ലയനത്തിന് ഹൈക്കോടതി അനുമതി നൽകിയത്. ഇത്തരത്തിൽ അനുമതി വാങ്ങിയിരുന്നില്ലെന്ന് കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. റവന്യൂ വകുപ്പിൽ അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന സജിത് ബാബുവായിരുന്നു സംഘത്തിന്റെ തലവൻ. ഭൂവുടമകൾ മിച്ചഭൂമി കൈവശമുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കി ലാൻഡ് ബോർഡിൽ സീലിംഗ് റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് ഭൂപരിഷ്കരണ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ഹാരിസൺ നൽകിയത് ഒരു കത്താണ്. റവന്യൂ വകുപ്പിന്റെ നിശ്ചിത ഫോറത്തിൽ വിവരങ്ങൾ നൽകിയിരുന്നുവെങ്കിൽ കൈവശ ഭൂമിയുടെ സർവേ നമ്പറുകളും അതിരുകളുമൊക്കെ രേഖപ്പെടുത്തേണ്ടി വരുമായിരുന്നു. ഇത്തരമൊരു രേഖ ഹാരിസൺ ഇതുവരെ നൽകിയിട്ടില്ലെന്നും പ്രത്യേക സംഘം കണ്ടെത്തി. ഹാരിസൺ നൽകിയ കത്ത് ലാൻഡ് ബോർഡ് സ്വീകരിച്ചു. യഥാർത്ഥ ഫോറത്തിൽ സീലിംഗ് റിട്ടേൺ നൽകാൻ പിന്നീടാരും ഹാരിസനെ നിർബന്ധിച്ചതുമില്ല. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഹാരിസൺസ് മലയാളം ലിമിറ്റഡിന്റെ ഭൂമി കൈയേറ്റവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കവേ ഹൈക്കോടതിയിലും കൗതുകകരമായ സംഭവങ്ങളുണ്ടായി. കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് 6 ബെഞ്ചുകൾ പിന്മാറി. ആദ്യം പരിഗണിച്ചത് ജസ്റ്റിസ് ചിദംബരേഷ് ആയിരുന്നു. അദ്ദേഹം പിന്മാറിയപ്പോൾ ചീഫ് ജസ്റ്റിസ് മഞ്ജുള ചെല്ലൂർ, ജസ്റ്റിസ് AM ഷഫീഖ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചു. ഇവരും പിന്മാറിയതോടെ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിലേക്ക് കേസെത്തി. ജസ്റ്റിസ് പയസ് D കുര്യാക്കോസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിലാണ് പിന്നീടെത്തിയത്. ആ ബെഞ്ച് പിന്മാറിയതോടെ ജസ്റ്റിസ് KM ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചിന്റെ പരിഗണനയിലായി. ജസ്റ്റിസുമാരായ M ശശിധരൻ നമ്പ്യാർ, P ഭവദാസൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് തുടർന്ന് കേസ് ഏറ്റെടുത്തത്. കേസിൽ വാദം പൂർത്തിയായപ്പോൾ ഈ ബെഞ്ചും പിന്മാറി. ഇപ്പോൾ ജസ്റ്റിസുമാരായ തോട്ടത്തിൽ B രാധാകൃഷ്ണൻ, AV രാമകൃഷ്ണപിള്ള എന്നിവരടങ്ങിയ ബെഞ്ച് കേസ് പരിഗണിക്കുന്നു.
2 മാസത്തിനകം ഭൂമി ഏറ്റെടുക്കണമെന്ന വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ ബെഞ്ചാണ്. വി.എസ്. അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ അധികാരത്തിലിരുന്ന ഇടതുമുന്നണി സർക്കാർ ഹാരിസന്റെ ഭൂമിയെക്കുറിച്ച് പഠിക്കാൻ 3 കമ്മിറ്റികളെ നിയോഗിച്ചു. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി നിവേദിത പി ഹരന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ കമ്മിറ്റി ഹാരിസൺസിന്റെ കയ്യിൽ 76,7,698 ഏക്കർ ഭൂമിയുണ്ടെന്ന് കമ്മിറ്റി കണ്ടെത്തി. കമ്പനി പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണെന്നും മുഴുവൻ ഭൂമിയും സർക്കാർ ഏറ്റെടുക്കണമെന്നും റിപ്പോർട്ട് നൽകി. ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ നിയമവശം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ റിട്ടയർഡ് ജസ്റ്റിസ് എൽ മനോഹരനെ പിന്നീട് നിയമിച്ചു. ഭൂമി ഏറ്റെടുക്കുന്നതിന് നിയമതടസ്സമില്ലെന്ന് മനോഹരൻ റിപ്പോർട്ട് നൽകി. ഹാരിസന്റെ ഭൂമിയെക്കുറിച്ചും കമ്പനിയെക്കുറിച്ചും വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കാൻ റവന്യൂ വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ഡി സജിത് ബാബുവിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പിന്നീട് നിയോഗിക്കപ്പെട്ടു. 2010 ജനുവരി 1 സംഘം റിപ്പോർട്ട് നൽകി. ഈ വിഷയം ഇന്ന് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നു. ചെങ്ങറ സമരസമിതി, ചെങ്ങറയിലെ സാധുജന സംരക്ഷണ സമിതിയുടെ നേതാവ് ലാഹ ഗോപാലൻ പത്തനംതിട്ടയിൽ നിന്ന് തത്സമയം ചേരും. സി പി ഐ നേതാവും മുൻ മന്ത്രിയുമായ ബിനോയ് വിശ്വം, കോൺഗ്രസ് നേതാവും MLA-യുമായ VD സതീശൻ, CPM വയനാട് ജില്ലാ സെക്രട്ടറി CK ശശീന്ദ്രൻ എന്നിവരെയും ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ലാഹ ഗോപാലനിലേക്ക്. ലാഹ ഗോപാലൻ, ഹാരിസണിൻ്റെ ഭൂമി, ഹാരിസൺ സർക്കാർ ഭൂമി കയ്യേറിയിരിക്കുകയാണെന്ന് ആരോപിച്ച് ചെങ്ങറയിൽ വർഷങ്ങൾക്ക് മുമ്പ് സമരം ആരംഭിച്ചതാണ് സാധുജന സംരക്ഷണ സമിതി. സാധുജന സംരക്ഷണ സമിതി അന്ന് ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ ഏതാണ്ട് എല്ലാം തന്നെ ഇപ്പോൾ സർക്കാർ തലത്തിൽ നിയോഗിക്കപ്പെട്ട അന്വേഷണ സമിതി അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ടും ഭൂമി ഏറ്റെടുക്കാൻ നടപടി ഉണ്ടാവുന്നില്ല. സാധുജന സംരക്ഷണ സമിതി ഇപ്പോഴെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ ഭൂമി ഏറ്റെടുക്കപ്പെടുമെന്നും നിങ്ങൾ ഉന്നയിക്കുന്നത് പോലെ അത് ഭൂരഹിതരായ ആളുകൾക്ക് വിതരണം ചെയ്യപ്പെടുമെന്നും? ഒരിക്കലും അങ്ങനെ വിശ്വസിക്കുവാനായിരുന്നുവെങ്കിൽ ചെങ്ങറ സമരം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ വെച്ച കമ്മീഷനുകളൊക്കെ ഈ ഭൂമിയെക്കുറിച്ചുള്ള സത്യസന്ധമായ റിപ്പോർട്ട് LDF സർക്കാരിൻ്റെ മുമ്പിൽ സമർപ്പിച്ചതാണ്. ബഹുമാനപ്പെട്ട അന്നത്തെ മന്ത്രിയായിരുന്ന AK ബാലൻ, അതായത് ജസ്റ്റിസ് മനോഹരൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നാലുടൻ മിച്ചഭൂമി ഹാരിസന്റെ പക്കലുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന് എന്നോട് നേരിട്ട് സംസാരിച്ചതാണ്. പക്ഷേ അതിൻ്റെ 7ാമത്തെ ദിവസം ജസ്റ്റിസ് മനോഹരൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ 76,000 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നതിന് യാതൊരു നിയമ തടസ്സവുമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ ഉപസമിതിക്ക് സമർപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ വർഷങ്ങൾ പിന്നിട്ടു. ആ വിഷയത്തെക്കുറിച്ച് ഇതുവരെ വരുന്നതും പോകുന്നതുമായ ഒരു ഗവൺമെൻറ്റും ചർച്ച ചെയ്യുന്നില്ല. തെളിയുന്നതെല്ലാം മൂടി വയ്ക്കുന്ന ഒരു നയമാണ്. അതേസമയം ഈ ഹാരിസണിൻ്റെ ഒരു ഏജൻറ്റ് എന്നോട് തിരുവനന്തപുരത്ത് വെച്ച് നേരിട്ട് സംസാരിച്ചു. ഈ ഹാരിസണിൻ്റെ ഭൂമിക്ക് ഹാരിസണിന് കേരളത്തിൽ 1 ഇഞ്ച് ഭൂമിക്ക് പോലും അവകാശമില്ലെന്നും അതുകൊണ്ട് ലാഹെ ഉദ്ദേശിക്കുന്നത് പോലെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളൊന്നും ഈ ഭൂമിയൊന്നും ഏറ്റെടുക്കത്തില്ലെന്നും അതുകൊണ്ട് ലാഹയ്ക്ക് ഞങ്ങൾ 7 കോടി രൂപ ഓഫർ ചെയ്യുന്നു, അതിൽ പോരായ്മയുണ്ടെങ്കിൽ ലാഹയ്ക്ക് വീണ്ടും പറയാം, ഫോൺ നമ്പർ എന്നെ ഏൽപ്പിച്ചു, അവസരമുള്ളപ്പോൾ വിളിച്ചാൽ മതി. പക്ഷേ ഞങ്ങളൊരു കറവപ്പശുവിനെ പോലെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ഒഴിവാക്കി ലായ്ക്ക് ഭൂമി കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് കിട്ടുന്ന ഈ 7 കോടി രൂപ ഇവിടെ ഏത് രീതിയിൽ വിനിയോഗിച്ചാലും ഇവിടുത്തെ ഒരു സർക്കാരും താങ്കൾക്ക് ഈ കോടികൾ എവിടെ നിന്ന് കിട്ടി എന്നൊരു അന്വേഷണം പോലും ഉണ്ടാകത്തില്ലെന്ന് ഹാരിസണിൻ്റെ ഏജൻസി തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ ചുവട്ടിൽ വെച്ച് പരസ്യമായ രഹസ്യം കൈമാറിയ ഓർമ്മ എനിക്ക് ഇന്നുമുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഹാരിസണിൻ്റെ ഭൂമിയുടെ കംപ്ലീറ്റ് രേഖകളും അദ്ദേഹം എന്നെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനകത്ത് അവകാശമൊന്നുമില്ല. അവർ ഒരു വരി ഓർഡർ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഇട്ടാൽ ആ സെക്കൻഡിൽ ഞങ്ങൾ ഇന്ത്യ വിടും, അല്ല കേരളം വിടുമെന്ന് നേരിട്ട് പറഞ്ഞിട്ടും ഇപ്പോൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ ബിനു ഡി രാജ്, മാധ്യമം വാരികയ്ക്ക് വേണ്ടി റിപ്പോർട്ട് തയ്യാറാക്കിയ ബിനു ഡി രാജ് ഉണ്ട്. ബിനു ഡി രാജിലേക്ക്, ബിനു, ഇംഗ്ലണ്ടിലേക്ക് ഇപ്പോഴും ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ വിള വിറ്റ പണം പോകുന്നു എന്ന് ആ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിലെ കമ്പനിയുമായി ഏത് വിധത്തിലാണ് ഇപ്പോഴും ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് ബന്ധം നിലനിർത്തുന്നത്? അതിന് എന്ത് തെളിവാണ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ബിനുവിന് ലഭിച്ചത്? ഹാരിസൺ മലയാളത്തിന് ഇപ്പോഴും അതായത് ബ്രിട്ടീഷ് കമ്പനികളുമായി ബന്ധമുണ്ട് എന്ന് പറയാനുള്ള പ്രധാന കാരണം ഹാരിസൺ മലയാളത്തിൻ്റെ ഓഹരി ഷെയർ ഹോൾഡർമാരുടെ പട്ടികയാണ്. ഹാരിസൺ മലയാളത്തിൻ്റെ ഏറ്റവും വലിയ ഷെയർ ഹോൾഡർ ഇപ്പോഴും
ബ്രിട്ടീഷ് കമ്പനിയായ മലയാളം പ്ലാന്റേഷൻസ് UK ഹോൾഡിംഗ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനിക്ക് 19.72% ഓഹരികളാണ് ഉള്ളത്. അതായത് ഇന്ത്യയുടെ വിദേശ നാണയ വിനിമയ നിയന്ത്രണ ചട്ടം 1973 നിലവിൽ വന്നിരുന്നു. ആ നിയമമനുസരിച്ച് വിദേശ കമ്പനികൾക്ക് ഇന്ത്യൻ കമ്പനികളുടെ ഓഹരി കൈവശം വയ്ക്കാൻ അവകാശമില്ല. അതേസമയം ഹാരിസന്റെ 19.72% ഓഹരികൾ വിദേശ കമ്പനിയായ മലയാളം പ്ലാന്റേഷൻസ് UK ലിമിറ്റഡ് എന്ന കമ്പനി കൈവശം വച്ചിരിക്കുകയും ചെയ്യുന്നു. ഇത് തന്നെ വിദേശ കമ്പനിയുമായി ബന്ധമുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. ഇങ്ങനെ ഓഹരി കൈവശം വയ്ക്കുന്നതിന് റിസർവ് ബാങ്കിൻ്റെ പ്രത്യേക അനുമതി വാങ്ങണമെന്ന് ചട്ടമുണ്ട്. അത്തരം ഒരു അനുമതി കമ്പനി എവിടെയെങ്കിലും വാങ്ങിയതായിട്ട് ഇതേവരെ വെളിപ്പെടുത്തിയിട്ടില്ല. കമ്പനി അവകാശപ്പെടുന്നുണ്ട് അത്തരം അനുമതി ഞങ്ങൾക്കുണ്ട് എന്ന്. പക്ഷേ ഇന്ന് വരെ ഏതെങ്കിലും കോടതികളിലോ എവിടെയെങ്കിലുമോ തെളിവായിട്ട് അവർ ഹാജരാക്കിയിട്ടില്ല അത്തരം ഒരു അനുമതി. അത് ഹാരിസന്റെ ഭൂമി സംബന്ധിച്ച് അന്വേഷിച്ച കമ്മീഷനുകൾ പോലും പറയുന്നുണ്ട് അത്തരം ഒരു അനുമതി ഉണ്ടെന്ന് കമ്പനി അവകാശപ്പെടുന്നതല്ലാതെ എവിടെയും ഹാജരാക്കിയിട്ടില്ല എന്ന്. ശ്രീ ബിനു, കമ്പനിയുടെ പക്കൽ ആധാരങ്ങളുടെ അസൽ പകർപ്പില്ലെന്ന് താങ്കളുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സജിത് ബാബുവിൻ്റെ റിപ്പോർട്ടിലും ഇതേ സൂചനകളുണ്ട്. എങ്ങനെയാണ് ഒരു കമ്പനി കൃത്യമായ ആധാരങ്ങളില്ലാതെ ഇത്രയും ഭൂമി ഇത്രയും കാലം തങ്ങളുടെ കൈവശം വെച്ചത്? അത് ആധാരങ്ങളെ സംബന്ധിച്ച് മറ്റുമുള്ളത് കുഴഞ്ഞു മറിഞ്ഞ ഒട്ടേറെ നൂലാമാലകൾ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ്. അതിൽ പ്രധാനമായിട്ട് ഇവരുടെ കൈവശമുള്ള ഭൂമിക്ക് ആധികാരികമായിട്ട് കാണിക്കുന്നത് 3 ആധാരങ്ങളാണ്. അത് 3ഉം 1923 രജിസ്റ്റർ ചെയ്ത ചെങ്കൽപ്പേട്ട് രജിസ്റ്റർ ഓഫീസിൽ 2 ആധാരങ്ങളും കൊല്ലം രജിസ്റ്റർ ഓഫീസിൽ 1 ആധാരവും, അങ്ങനെ 3 ആധാരങ്ങളാണ് ഏറ്റവും അടിസ്ഥാനപരമായി കാണിക്കുന്നത്. ഈ ആധാരങ്ങൾ തന്നെ തിരിമറിയുണ്ട്. അതായത് ജോൺ മക്കി എന്ന് പറയുന്ന ഒരു സായിപ്പ് അദ്ദേഹത്തിന് തന്നെ എഴുതി കൊടുത്തതായിട്ടാണ്. ജോൺ മക്കി എന്ന് പറയുന്ന ജോൺ മക്കിക്ക് തന്നെ എഴുതി കൊടുത്തതായിട്ട് ഒരു ആധാരമാണ് ഇതിലെല്ലാം കാണിക്കുന്നത്. ഈ ആധാരങ്ങൾ വെച്ചുകൊണ്ടാണ് ഇവർ ഭൂമിയുടെ അവകാശവാദം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഒരു ഇൻഡഞ്ചറാണ്. ഈ ആധാരം ഇൻഡഞ്ചറാണ്. ഇൻഡഞ്ചർ എന്ന് വെച്ചാൽ ഒരു കരാറാണത്. അതായത് ഹാരിസൺ മലയാളത്തിന് ഇത്രയേറെ ഭൂമി എവിടെ നിന്ന് ലഭിച്ചോ, പല കമ്പനികളിൽ നിന്ന് പല കാലഘട്ടങ്ങളിലായി ഹാരിസണ് ലഭിച്ച ഭൂമിയാണിത്. ആ ഭൂമിയെല്ലാം ഈ സായിപ്പ് കമ്പനികളുടെ മാറ്റത്തിന് വേണ്ടി ഒരു സാങ്കേതികത എന്ന നിലയിലാണ് അദ്ദേഹത്തിന് തന്നെ എഴുതി കൊടുത്തതായി ഒരു രേഖ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഇൻഡഞ്ചർ പ്രകാരം ഈ കമ്പനിക്ക് ഏതെല്ലാം അതിന് മുൻ അവകാശികളായിരുന്ന ഏതൊക്കെ കമ്പനികൾക്ക് ആ കമ്പനികളിൽ നിന്ന് കൈമാറി കിട്ടിയ ഭൂമിയാണ്. അപ്പോൾ ആ കമ്പനികൾക്ക് എന്ത് അവകാശം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നോ ആ അവകാശം ഇപ്പോൾ CK ശശീന്ദ്രനിലേക്ക്. ശ്രീ CK ശശീന്ദ്രൻ, വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചുകൊണ്ട്, ഭൂപരിഷ്കരണ നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് അസൽ ആധാരത്തിൻ്റെ പകർപ്പ് കൈവശമില്ലാതെയാണ് ഹാരിസൺ മലയാളം ലിമിറ്റഡ് ഇത്രയും കാലം പ്രവർത്തിച്ചിരുന്നത് എന്ന വ്യക്തമായ തെളിവ് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് തന്നെ സജിത് ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ആ ഭൂമി ഏറ്റെടുക്കാൻ അന്ന് തന്നെ നിയമപരമായ തടസ്സങ്ങളില്ല എന്ന് റിട്ടയർഡ് ജസ്റ്റിസ് മനോഹരൻ്റെ റിപ്പോർട്ടുമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് LDF സർക്കാരിന് അത് ഏറ്റെടുക്കാൻ കഴിയാതിരുന്നത്? CPMൻ്റെ നേതൃത്വത്തിലുള്ള സംഘടന ഇപ്പോഴും ഹാരിസണിൻ്റെ ഭൂമി ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുന്നുമുണ്ട്. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ HML ഭൂമിയിൽ ഇപ്പോഴും സമരം തുടരുക തന്നെയാണ് ചെയ്യുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ റിപ്പോർട്ടുകൾ ശേഖരിച്ചുകൊണ്ട് HML ഭൂമിയുടെ നിജസ്ഥിതിയെ സംബന്ധിച്ച് കൃത്യമായ രീതിയിൽ തന്നെ അന്നത്തെ ഗവൺമെൻറ് മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ സമർപ്പിക്കുന്ന സമയത്തെല്ലാം കേസുകൾ നിലവിലുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന സമയത്താണ് വയനാട്ടിൽ HML ഭൂമിയുടെ മേലിൽ സമരം നടന്നിരുന്നത്. ആ സന്ദർഭത്തിലാണ് ഹൈക്കോടതി ഒരു വിധി പ്രഖ്യാപിച്ചത്. വെടിവെച്ച് കൊന്നിട്ടായാലും അവരെ അവിടുന്ന് നീക്കം ചെയ്യണമെന്ന രീതിയിലുള്ള ഉത്തരവും കാര്യങ്ങളെല്ലാം പുറപ്പെടുവിച്ചിരുന്നത്. റവന്യൂ കമ്മീഷണർ നിലക്ക് സജിത് ബാബു ഏറ്റവും ഒടുവിൽ പുറപ്പെടുവിച്ച റിപ്പോർട്ടിനകത്ത് HML ഭൂമിക്ക് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ യാതൊരു കാരണവശാലും 1 ഇഞ്ച് ഭൂമി കൈവശം വെക്കാൻ അവകാശമില്ല എന്നുള്ളത് 100% ശരിയായ കാര്യമാണ്. പക്ഷെ അന്ന് തന്നെ കോടതിയിലെല്ലാം കേസുകൾ നിലനിൽക്കുന്നതുകൊണ്ട് ഒരു ഭാഗത്ത് കോടതിയുടെ ഇടപെടലും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ കോടതി കുറേയും കൂടി കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ഗവൺമെന്റ് ഇടപെടാമെന്ന കോടതിയുടെ ഭാഗത്തും കൂടെ വന്നിട്ടുണ്ട്.
റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ട് ശരിയാണെന്ന രീതിയിലേക്ക് കോടതി ഇപ്പോൾ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കുറേ ഭാഗങ്ങൾ. അതുകൊണ്ട് തന്നെ അന്നത്തിൽ നിന്ന് വ്യത്യസ്തമായി നിയമപരമായിട്ടും റവന്യൂ കമ്മീഷന്റെ കണ്ടെത്തലിന്റെ ഭാഗമായിട്ടും കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. നേരത്തെ സങ്കീർണമായിട്ടുള്ള ഒട്ടേറെ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതിനെല്ലാം മുറിച്ചു കടക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിവിധ രീതിയിലുള്ള റിപ്പോർട്ടുകളും പരിശോധനകളും എല്ലാം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ കോടതിയും കൂടി അനുകൂലിച്ച ഒരു കാലാവസ്ഥയിൽ നമുക്കത് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്നുള്ളൂ. അന്ന് കോടതിക്കകത്ത് തന്നെ വിഷയങ്ങളും കൂടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നുകൂടെ കാണാൻ വേണ്ടി കഴിയണം. റിപ്പോർട്ടുകൾ മാത്രം അടിസ്ഥാനപ്പെടുത്തി ഗവൺമെന്റിന് പ്രവർത്തിക്കാനുള്ള ചില തിരികെ താങ്കളിലേക്ക് ഇപ്പോൾ വി.ഡി. സതീശൻ എം.എൽ.എ. ചേരുന്നു. ശ്രീ വി.ഡി. സതീശൻ, കോടതികളുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ സർക്കാരുകൾക്ക്, വിവിധ സർക്കാരുകൾ, ഇടതുപക്ഷമാവട്ടെ UDF ആവട്ടെ, ഈ സർക്കാരുകൾക്ക് എത്രമാത്രം ഇച്ഛാശക്തി ഉണ്ടായിരുന്നു ഈ ഭൂമികൾ ഏറ്റെടുക്കാൻ? ഇത് കഴിഞ്ഞ LDF ഭരണകാലത്ത് ആദ്യമായിട്ട് ഈ വിഷയം ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ സർക്കാർ ലീസിന് കൊടുത്ത ഭൂമി അവരത് മറച്ചു വിൽക്കുന്നതായും സബ്ലീസ് ചെയ്യുന്നതായും അതിൽ നിന്ന് മരം മുറിച്ച് വിൽക്കുന്നതായിട്ടും ആദ്യമായിട്ട് ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നതാണ്. അന്നത്തെ ഗവൺമെന്റ് അതിനുശേഷം ഒരു ക്യാബിനറ്റ് സമിതിയെ ഇത് പരിശോധിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചു. എന്തായാലും ആ ഗവൺമെന്റ് കഴിയുന്നത് വരെ ആ സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ടൊന്നും പുറത്തു വന്നില്ല. ഇപ്പോൾ ഈ ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട കേസുകളിൽ ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ ഞാൻ അന്ന് പറഞ്ഞത് 1.5 ലക്ഷം ഏക്കർ. എന്തായാലും 1 ലക്ഷം ഏക്കറിനും 1.5 ലക്ഷം ഏക്കറിനും ഇടയിലുള്ള ഭൂമി അവർ അനധികൃതമായി കൈവശം വെച്ചിട്ടുണ്ട്. ഇവിടെ ഭൂരഹിതരായ ധാരാളം തിരികെ എത്താം താങ്കളിലേക്ക്. ഇപ്പോൾ ശ്രീ ശശിധരനിലേക്ക്. താങ്കൾക്കറിയാം, കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് 3 കമ്മീഷനുകളെ നിയോഗിച്ചു. ഈ 3 കമ്മീഷനുകൾ വ്യത്യസ്ത റിപ്പോർട്ടുകൾ സർക്കാരിന് സമർപ്പിച്ചു. ഈ റിപ്പോർട്ടുകളിലെല്ലാം ചൂണ്ടിക്കാട്ടിയ വസ്തുത 10,000 ഏക്കർ ഭൂമി ഹാരിസൺ മലയാളം ലിമിറ്റഡ് വിവിധ ജില്ലകളിലായി കൈവശം വെച്ചിരിക്കുന്നു എന്നാണ്. അവർ തുടർച്ചയായി പാട്ടക്കരാറുകൾ ലംഘിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഈ റിപ്പോർട്ടുകളൊക്കെ മുമ്പിലിരിക്കെ തന്നെയാണ് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഒരു പ്രമേയം പാസാക്കിയത്. കേരളത്തിൽ ഒരു 2ാം ഭൂപരിഷ്കരണം സാധ്യമല്ല, മിച്ചഭൂമി ഇല്ല വിതരണം ചെയ്യാനെന്ന്. ഇതൊരു വൈരുദ്ധ്യമല്ലേ? താങ്കൾക്ക് കേൾക്കാമെങ്കിൽ. എന്നോടാണോ? അതെ, താങ്കളോടാണ്. ഹലോ. കേരളത്തിൽ EMSന്റെ ഗവൺമെന്റ് കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമപ്രകാരം തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി കഴിയും. 2ാം ഭൂപരിഷ്കരണ നിയമം വേണോ തുടങ്ങിയ കാര്യങ്ങളല്ല അവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടത്. നിലവിലുള്ള ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് തന്നെ HML ഭൂമിക്ക് 1 ഇഞ്ച് ഭൂമി കൈവശം വെക്കാനുള്ള അവകാശമില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുമ്പോൾ ആ കമ്പനി ഇന്ത്യക്ക് പുറത്ത് ലണ്ടനിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്ലാന്റേഷൻ ഒരു നിയമങ്ങളും ചെയ്യാനുള്ള അവർക്ക് അവകാശമില്ല. അതുകൊണ്ട് പ്ലാന്റേഷൻ ആക്ട് അനുസരിച്ചിട്ട് തന്നെ അവർക്ക് ഭൂമി കൈവശപ്പെടുക്കാനുള്ള അവകാശമില്ല. മിച്ചഭൂമി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി കഴിയും. ഇതെല്ലാം സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും സങ്കീർണമായിട്ടുള്ള കേസുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അതാണ് വിഷയം അടിസ്ഥാനപരമായിട്ട് കാണേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞങ്ങൾ സമരം ചെയ്തപ്പോൾ പോലും അന്ന് ഹൈക്കോടതി പറഞ്ഞത് ഇന്ന് പറഞ്ഞ പോലെയല്ല, വെടിവെച്ച് കൊല്ലണം ആദിവാസികൾ ഉൾപ്പെടെ ആൾക്കാരെ, എന്നിട്ട് ഭൂമി ഒഴിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ആ കേസ് ഉണ്ടായിരുന്നത്. HML എന്ന കേസിൽ പ്രതിയായിരുന്നു. വയനാട്ടിൽ നിന്നുള്ള MLA ആയ MV ശ്രേയാംസ് കുമാർ ഉൾപ്പെടെയുള്ള എല്ലാ കേസുകളും ഒന്നിച്ചാണ് കോടതി കൈകാര്യം ചെയ്തിരുന്നത്. അതായിരുന്നു അന്നത്തെ കോടതിയുടെ ഒരു നിലപാട്. പക്ഷെ ഇന്ന് കോടതി കുറേയും കൂടി ശക്തമായ രീതിയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ അനുകൂലമായ ശ്രീ CK ശശീന്ദ്രൻ, ഇപ്പോൾ ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. 60,000-ഓളം ഏക്കർ ഭൂമി ഏറ്റെടുക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ലാൻഡ് ബോർഡിലടക്കം അല്ലെങ്കിൽ എപ്പോഴൊക്കെ നടപടികൾ ഉണ്ടായിട്ടുണ്ടോ, ഭൂമിയുടേതായാലും ഭൂമി ഏറ്റെടുക്കുന്നതിനായാലും മറ്റ് നടപടികളായാലും മിച്ചഭൂമി കണ്ടെത്തുന്നതിനായാലും എപ്പോഴൊക്കെ നടപടികൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം അത് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ കൃത്യമായ ചരിത്രമാണ് LDF സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് പോലും. ആ ഒരു സാഹചര്യം നിലനിൽക്കെ നിലവിലുള്ള ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ, നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനത്തിൽ ഈ ഭൂമി ഏറ്റെടുക്കാനാകും എന്ന് ഇപ്പോഴെങ്കിലും, അല്ലെങ്കിൽ ഏറ്റെടുപ്പിക്കും എന്ന് ഇപ്പോഴെങ്കിലും ഉറപ്പിച്ചു പറയാൻ CPM-ന് സാധിക്കുമോ? തീർച്ചയായിട്ടും ഞങ്ങൾ അതിനു വേണ്ടി വലിയ പ്രക്ഷോഭത്തിലാണ്. 2 രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ അതിനകത്തുണ്ട്. ഒന്ന്, 1000-കണക്കിന് തൊഴിലാളികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ആ ഭൂമി ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ തൊഴിലാളികളുടെ ഭാഗം പരിഗണിക്കപ്പെടണം. അവർക്ക് ഭൂരഹിതരായ ആൾക്കാർക്ക് ഭൂമി കൊടുക്കണം. സഹകരണ മേഖലയിലോ
KFDC പോലെയുള്ള മേഖലകളിലുള്ള ഈ തോട്ടം നിലനിർത്തണം. തൊഴിലാളികളുടെ ഭാഗം കാണാതെ പോകുന്നത് ശരിയല്ല. തൊഴിലാളികൾ അവരുടെ ജീവിതം, അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതെല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ, അതുകൊണ്ടാണ് ഞങ്ങൾ സമരം തുടരുന്നത്. ഇപ്പോഴും വയനാട്ടിൽ ഇപ്പോൾ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ നിന്ന് ആളുകളെ ഇറക്കി വിടണം എന്ന രീതിയിലേക്ക് പോലീസും കേസും കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ടെങ്കിലും നിയമപരമായിട്ട് HML അത് പറയാനുള്ള അവകാശമില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇത് ഗവൺമെന്റ് ഭൂമിയാണ്, ഗവൺമെന്റ് പറയേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്നുകൊണ്ട് HML പറയേണ്ട അവകാശമില്ല എന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ സമരം അവിടെ തുടരുന്നത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ ഉണ്ടായിരുന്ന സങ്കീർണതകൾ വ്യത്യസ്തമായിട്ട്, കോടതിയുടെ നിയമപരമായ നിലവിൽ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ അനുകൂലമായിട്ടുള്ള വിധി വന്നിട്ടുണ്ട്. വെടിവെച്ച് കൊന്നിട്ടായാലും വയനാട്ടിലെ ആദിവാസികൾ ഉൾപ്പെടെയുള്ള സമരം ചെയ്യുന്ന ആൾക്കാരെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ അതേ കോടതി ഇപ്പോഴേ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അനുകൂലമായി CK ശശീന്ദ്രൻ, ഒരിക്കൽ കൂടി ബിനുവിലേക്ക്. ബിനു, ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്, പക്ഷേ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ ഭൂമി ഹാരിസൺ മലയാളം ലിമിറ്റഡ് അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന ഭൂമി ഏറ്റെടുക്കുക അത്രത്തോളം എളുപ്പമായിരിക്കുമോ സംസ്ഥാന സർക്കാരിന്? ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം ഹാരിസന്റെ മുഴുവൻ ഭൂമിയും ഏറ്റെടുക്കാമെന്നാണ്. അത് ഏറ്റെടുക്കുന്നത് സർക്കാരിൻ്റെ ഇച്ഛാശക്തിയെ ആശ്രയിച്ചിരിക്കും. സർക്കാർ വേണ്ടും വിധം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്രയും വലിയ അളവ്, ഏതാണ്ട് ഈ ആധാരങ്ങൾ പ്രകാരം മാത്രമുള്ളവയാണ് കോടതി പറഞ്ഞേക്കുന്നത്. അത് തന്നെ 60,000 ഏക്കറിൽ പുറത്തു വരും. അത്രയും ഭൂമി ഏറ്റെടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് സർക്കാരിൻ്റെ ഇച്ഛാശക്തിയെ ആശ്രയിച്ചിരിക്കും. സർക്കാർ അതിന് തുനിയുമോ എന്നാണ് കണ്ടറിയേണ്ടത്. കാരണം കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ഈ ഹാരിസന്റെ ഇപ്പോഴത്തെ നടത്തിപ്പുകാർ ഗോയങ്കമാരാണ്. ഗോയങ്കമാർ കോൺഗ്രസുമായി വളരെയേറെ അടുത്ത ബന്ധമുള്ളവരാണ്. ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ഫൗണ്ടേഷൻ, രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഫൗണ്ടേഷൻ, ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഫൗണ്ടേഷൻ, ഇതിൻ്റെയൊക്കെ ട്രസ്റ്റിയാണ് ഗോയങ്ക ഗ്രൂപ്പിൻ്റെ ചെയർമാൻ എമറിറ്റസ് ആയ രാമനാഥ് ഗോയങ്ക, രാമപ്രസാദ് ഗോയങ്ക, RP ഗോയങ്ക എന്നറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം രാജ്യസഭാ MP യുമാണ്. അപ്പോൾ അദ്ദേഹം ഇതെല്ലാം വെച്ചുകൊണ്ട് ഹൈക്കമാൻഡ് മുഖേന കോൺഗ്രസിന് സമ്മർദ്ദമുണ്ടായേക്കാം. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് കോൺഗ്രസ് മന്ത്രിമാർ തിരികെ എത്താം. ശ്രീ ബിനു, ഇപ്പോൾ VD സതീശനിലേക്ക്. ശ്രീ VD സതീശൻ, നെല്ലിയാമ്പതിയിലെ സ്വദേശികളായ മലയാളികളായ തോട്ടമുടമകളെ പോലെയല്ല, അല്ലെങ്കിൽ പ്രവാസികളായ തോട്ടമുടമകളെ പോലെയല്ല ഹാരിസണ് പിന്നിൽ വൻകിട കോർപ്പറേറ്റുകളാണ്, ഗോയങ്കമാരാണ്. ഇത്തരം ഗോയങ്കമാരെ നേരിടാൻ കോൺഗ്രസിന് ചങ്കുറപ്പുണ്ടോ? LDF ഗവൺമെന്റ് ചെയ്യാത്ത കാര്യം UDF ചെയ്യുന്നുണ്ട്. ശക്തമായ ഇടപെടലുകൾ കേസ് നടത്തുന്നതിന് വേണ്ടി സ്വീകരിക്കുന്നുണ്ട്. അതിനകത്ത് എന്തെങ്കിലും ഡൈലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പം ആലോചിക്കാം. ആദ്യമായി ഞാൻ ആ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ആ ഗവൺമെന്റിന്റെ പ്രതികരണം നമ്മൾ കണ്ടാണ്. ഒരു സബ് കമ്മിറ്റി ആക്കി ആ ഗവൺമെന്റിന്റെ കാലാവധി തീരുന്നവരെ ഒന്നും ചെയ്യായിരുന്നു. ഈ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ 1 ലക്ഷത്തിലധികം ഏക്കർ സ്ഥലം, 1.5 ലക്ഷത്തിനും ഇടയിലുള്ള സ്ഥലം, അവര് ഒരുപാട് സ്ഥലം അതിനകത്ത് വിറ്റിട്ടുണ്ട്, നിയമവിരുദ്ധമായി വിറ്റിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, മരം മുറിച്ചിട്ടുണ്ട്, പാട്ടക്കാലാവധി അവരുടെ തീർന്നിട്ടുണ്ട്, എന്നിട്ടും കൈവശം വയ്ക്കുന്നുണ്ട് ഭൂമി. ഈ കാര്യത്തിൽ കർശനമായ നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. അതിൽ ഗോയങ്കൊന്നും പിന്നെ കോൺഗ്രസിന് ഫണ്ട് കിട്ടാൻ വലിയ പാടാണല്ലോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിക്ക് ഫണ്ട് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടല്ലേ? ഗോയങ്കയുടെ സഹായത്തോടു കൂടി പാർട്ടിയൊന്നുമല്ലല്ലോ കോൺഗ്രസ്. ശ്രീ വി ഡി സതീശൻ, ഈ കേസ് ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ കേസ് കോൺഗ്രസ് സർക്കാർ അധികാരത്തിലിരിക്കെ ഏറെക്കുറെ ഭംഗിയായി നടത്തി എന്ന് തന്നെ സമ്മതിക്കേണ്ടി വരും. അത് ശരിയുമാണ്. പക്ഷേ തുടർന്നുള്ള നടപടികൾ 2 മാസത്തിനകം ഈ ഭൂമി ഏറ്റെടുക്കാൻ നടപടി സ്വീകരിക്കണം എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞു, 10 ദിവസമാകാൻ പോകുന്നു. ഇതുവരെ സർക്കാർ തലത്തിൽ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇത്തരം ചോദ്യങ്ങൾ ഉയരുന്നത്. പ്രത്യേകിച്ച് ഹാരിസൺ മലയാളത്തിൻ്റെ ഭൂമി ഏറ്റെടുക്കാൻ മുൻകാലത്ത് നടന്ന ശ്രമങ്ങൾ, മിച്ചഭൂമി പോലും, ലാൻഡ് ബോർഡ് കണ്ടെത്തിയ മിച്ചഭൂമി പോലും അതേ ലാൻഡ് ബോർഡ് തന്നെ ഇളവ് ചെയ്തു കൊടുക്കുന്നത് കണ്ട സംസ്ഥാനമാണ് കേരളം. തിരികെ എത്താം താങ്കളിലേക്ക്. ശ്രീ ലാഹു ഗോപാലൻ, വിവിധ സർക്കാരുകൾ ടാറ്റയുടെ കാര്യത്തിലാവട്ടെ ഹാരിസന്റെ കാര്യത്തിലാവട്ടെ എടുത്ത നിലപാട് മലയാളികൾ കണ്ടതാണ്. എത്രമാത്രം പ്രതീക്ഷയുണ്ട് താങ്കൾക്ക് ഒരു സർക്കാർ ഇത്തരം കോർപ്പറേറ്റുകൾക്കെതിരെ കോടതിയിലെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കുമെന്ന്? പെട്ടെന്ന് കട്ട് ചെയ്യല്ലേ. ഈ LDFിൻ്റെയും UDFിൻ്റെയും നേതാക്കന്മാരുടെ സംഭാഷണം കേട്ടിട്ട് സത്യത്തിൽ എനിക്ക് ലജ്ഞ തോന്നുന്നു.
ഈ രാജ്യത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവരാണോ ഭരിക്കുന്നത്, അതോ ഗോയങ്കയുടെ മക്കളാണോ ഭരിക്കുന്നതെന്ന് എനിക്ക് സംശയം തോന്നുന്നു ഈ സംഭാഷണം കേട്ടിട്ട്. ഈ ഗവൺമെൻറ് ഇച്ഛ ലക്ഷക്കണക്കിന് ഭൂരഹിതർ ഈ രാജ്യത്ത് മരണവിളി വിളിക്കുമ്പോൾ, മരിച്ചാൽ അടുക്കളയിൽ അടക്കുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ, ഗോയങ്കയുടെയും ടാറ്റയുടെയും ഹാരിസന്റെയും മറ്റും പേര് കേട്ട് പേടിച്ച് നിങ്ങളെ വോട്ടിട്ട് അധികാരത്തിൽ കയറ്റുന്ന ഈ നേതാക്കന്മാർ വോട്ടിട്ട ജനത്തെ മറന്നുകൊണ്ട് ലജ്ഞയില്ലാതെ പൊതുജനമാണിത് കേൾക്കുന്നത്. കേൾക്കുന്നവർ മുഴുവൻ നിങ്ങളെപ്പോലെ കഴുതകളാണെന്ന് ഉള്ള ചിന്തയാണോ നിങ്ങളുടെ സംഭാഷണത്തിൽ വരുന്നത്? എന്നെപ്പോലെ തിരിച്ചറിവും ചിന്തയുമുള്ള അനേകർ ഈ രാജ്യത്തുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഗവൺമെൻറ് ഇരുന്നുകൊണ്ട് പറയാ ഇച്ഛാശക്തി ഉണ്ടോ? ഇപ്പം ഈ കഴിഞ്ഞ 2-3 ദിവസം ഇവിടുത്തെ റവന്യൂ മന്ത്രി പല SNDP വേദികളിലും പറയുന്നത് എന്താണ്? ഇവിടുത്തെ ഈഴവർ ദയവ് ചെയ്തൊരു 3 സെൻറ്റ് ഇവിടുത്തെ പട്ടികജാതിക്കാർക്ക് കൊടുക്കണം. ഇങ്ങനെ വ്യക്തി ഈഴവരോട് ഭൂമി യാചിച്ച് നടക്കുകയാണ് ഇന്നത്തെ റവന്യൂ മന്ത്രിയായ ബഹുമാനപ്പെട്ട അടൂർ പ്രകാശ്. ഈ ഗതികെട്ട മന്ത്രിമാർക്ക് നിയമം നടപ്പിലാക്കാൻ കഴിയില്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൂടെ? ഞങ്ങൾ ആണുങ്ങളെ വേറെ തെരഞ്ഞെടുത്തോളാം. ഹാരിസന്റെ ഭൂമി തിരിച്ചെടുക്കാൻ ആരെയാണ് പേടിക്കുന്നത്? എന്താണ് അവർക്ക് ഭൂമിയിന്മേൽ ഉന്നയിക്കാനുള്ള അവകാശം? വെറുതെ കോടതിയുടെയും ജനങ്ങളുടെയും പത്രവാർത്തകളുടെയും ബില്ലുകളുടെയും പേര് പറഞ്ഞ് ചർച്ച ചെയ്ത് ദിവസങ്ങളും മാസങ്ങളും തള്ളിവിട്ട് നീതി ലഭിക്കേണ്ട ജനവിഭാഗങ്ങളെ അവഹേളിക്കുകയാണ് ഈ ഗവൺമെൻറ് LDFും UDFും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യായമായും മനുഷ്യൻ അവകാശങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഈ രാജ്യത്ത് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾ 2 മുന്നണികളുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വളരെ വേദനയുണ്ട്. വർഷങ്ങളായി ഹാരിസന്റെ കയ്യിൽ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിയുണ്ടെന്ന് പറയുന്നു. അതെന്താ LDF എടുക്കാതെ? അതെന്താ UDF എടുക്കാതെ? നിങ്ങൾ തങ്ങളിൽ മത്സരിക്കാനല്ല നിങ്ങളെ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഞങ്ങളുടെ വേദനയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ചെയ്യേണ്ടി വരും എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ സമയം കണ്ടെത്തുകയാണ്. CK ശശീന്ദ്രനിലേക്ക്. ശ്രീ CK ശശീന്ദ്രൻ, ലാഹഗോപാലൻ പറയുന്നതിൽ കാര്യങ്ങളില്ലേ? പ്രത്യേകിച്ച് കോടതികളിൽ കേസ് നടന്നിരുന്നു എന്ന് താങ്കളുടെ വാദം അംഗീകരിക്കാം. പക്ഷേ ഈ കോടതികളിലെ കേസ് നടത്തിപ്പ് കാര്യക്ഷമമായി നടത്തേണ്ടിയിരുന്നത് സംസ്ഥാന സർക്കാരുകൾ തന്നെയാണ്. അതിന് ഇടതുമുന്നണി സർക്കാരിനും വലതുമുന്നണി സർക്കാരിനും ഒക്കെ ബാധ്യതയുണ്ടായിരുന്നു. അതൊന്നും നടത്താതിരുന്നത് കൊണ്ടാണ് കേസുകൾ നീണ്ടുപോവുകയോ കേസുകളിൽ തോൽവി സംഭവിക്കുകയോ ചെയ്തിരുന്നത്. അത്തരം ശ്രദ്ധ ഭരണകൂടത്തിന് ഉണ്ടാവാതിരുന്നത് കൊണ്ടല്ലേ ഇത് ഇത്രയും കാലം നീങ്ങിപ്പോയത്? HML ഭൂമിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കാലതാമസം ഉണ്ടായി എന്ന വാദത്തോട് നമുക്ക് യോജിക്കാം. പക്ഷേ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ചില നിയമങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് മാത്രം കാര്യങ്ങൾ നടപ്പായിക്കൊള്ളണമെന്നില്ല. നല്ല പോലെയുള്ള ജനകീയ ഇടപെടൽ ഉണ്ടാവണം. നിയമപരമായിട്ടും ജനകീയ ഇടപെടലും ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ട് തന്നെയാണ് വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും സമരം തുടർന്നുകൊണ്ടിരിക്കുന്നത്, നേരത്തെയും സമരം നടത്തിക്കൊണ്ടിരുന്നത്. കുറ്റം പറയാനൊക്കെ എളുപ്പമാണ് ആളുകളെ. കോടതി മറ്റു കാര്യങ്ങൾ വേണമെങ്കിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ ഉത്തരവാദിത്തമുള്ളവർക്ക് എല്ലാവരും ഒരേപോലെ പറയാൻ വേണ്ടി കഴിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞങ്ങൾ സമരം നടത്തിയപ്പോൾ ആ സമരത്തിലെ ആദിവാസികൾ ഉൾപ്പെടെയുള്ള പാവപ്പെട്ട ജനവിഭാഗങ്ങളെ വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ പ്രതിഷേധിക്കാൻ പോലും കുറ്റം പറയുന്ന ആൾക്കാർ അന്ന് തയ്യാറായിരുന്നില്ല. ആ വിഷയത്തിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. ഇപ്പൊ പ്രധാനം എന്താ വെച്ചാൽ എല്ലാവരും കൂടെ യോജിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിന് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് നിയോഗിച്ചിട്ടുള്ള സജ്ജഭാവ് കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെയും കൂടി അടിസ്ഥാനത്തിൽ ഇപ്പോൾ കോടതിയിൽ നടക്കുന്ന കേസുകളുണ്ട്. ആ കേസുകളിൽ വരുന്ന വാദഗതികളുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് 2 മാസത്തിനകം ഗവൺമെന്റിന് ഒരു തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരം ഒരു അനുഭവം ആദ്യമാണ്. നേരത്തെ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ഗവൺമെന്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തീരുമാനം നടപ്പിലാക്കാൻ കോടതിയിൽ നിന്നും ഇടപെടുമ്പോൾ പ്രയാസം ഉണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാം. ശ്രീ ശശീന്ദ്രൻ, താങ്കൾ പറഞ്ഞത് ശരിയാണ്. കാരണം ജനകീയ ഇടപെടലുകൾ, ജനകീയ സമ്മർദ്ദങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഉണ്ടായാലേ കോടതി പോലും ന്യായയുക്തമായ ഒരു നിലപാടിലേക്ക് എത്തുകയുള്ളൂ എന്ന താങ്കളുടെ വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, ജനകീയ സമരം എന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നത് CPMന്റെ മാത്രം സമരമാണോ? കാരണം ചെങ്ങറയിൽ ലാഹഗോപാലിന്റെ നേതൃത്വത്തിൽ സമരം നടന്നിരുന്നു. ആ സമരത്തെ പരമാവധി അടിച്ചൊതുക്കാനാണ് CPM ശ്രമിച്ചതെന്നാണ് ലാഹഗോപാലിന്റെ സാധുജന സംരക്ഷണ സമിതിയുടെ വാദം. ലാഹഗോപാലിന് ആ പറയുന്നതിൽ ഒരു യാഥാർത്ഥ്യമില്ലല്ലോ. അദ്ദേഹത്തെ അടിച്ചമർത്താനും ഇറക്കിവിടാനൊന്നും തയ്യാറായിട്ടില്ലല്ലോ. അന്നത്തെ കോടതി വിധി നടപ്പിലാക്കാനുള്ള ഒരു നിലപാടിന്റെ ഭാഗമായിട്ട് സ്വീകരിച്ചു എന്നതിൽ കവിഞ്ഞ് അവരെ മുത്തങ്ങയിൽ കൈകാര്യം ചെയ്ത പോലെയല്ല ഇടതുപക്ഷ ജനാധിപത്യം കൈകാര്യം ചെയ്തിരുന്നത്. ഒരു പാക്കേജ് പിന്നീട് ഉണ്ടാക്കി പാക്കേജ് നടപ്പിലാക്കുന്നതിൽ കുറെ പേർക്ക് ഭൂമി കൊടുക്കാനുള്ള നിലപാട് സ്വീകരിച്ചു. അതൊക്കെ എത്രത്തോളം നടപ്പായി എന്നതിനേക്കാൾ ഉപരി എന്തായിരുന്നു ഞങ്ങളുടെ സമീപനം? ഇടതുപക്ഷ ജനാധിപത്യം എന്താണ് സ്വീകരിച്ചിരുന്നത്? VSന്റെ ഗവൺമെന്റ് അന്ന് AK ബാലൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ എടുത്ത നിലപാട് എന്തായിരുന്നു?
മുത്തങ്ങ ആവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഒരു സമരമുണ്ട്, സമരം ചെയ്യാൻ CPM മാത്രമൊന്നുമല്ല അവകാശമുള്ളത്, ഈ രാജ്യത്തിലെ എല്ലാ സംഘടനകൾക്കും അവകാശമുണ്ട്. അത്തരം സമരത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ചിലതിനോട് വിയോജിപ്പുണ്ടാവാം, ആ വിയോജിപ്പ് പറയാനുള്ള അവകാശം ഉണ്ട്. ഞങ്ങൾ വിമർശിക്കുന്ന പോലെ അങ്ങോട്ട് വിമർശിക്കാൻ അവകാശം എല്ലാം ഉണ്ട്. ആ കാര്യങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, മുത്തങ്ങയിൽ അങ്ങനെയല്ലല്ലോ ഐക്യജനാധിപത്യ ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ അവർക്കുണ്ടായോ? അവിടെ ഇല്ലല്ലോ. ഗവൺമെന്റ് ഭാഗത്തുണ്ടായില്ലല്ലോ. കോടതിയുടെ ഭാഗത്തുണ്ടാവാം, മറ്റു വല്ല മേഖലകളിൽ ഉണ്ടാവാം, പക്ഷെ ഗവൺമെന്റ് ഭാഗത്തുണ്ടായിട്ടില്ലല്ലോ. അത് തന്നെയാണ് ഏറ്റവും അനുകൂലമായ. അവർ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ പട്ടികജാതി ജനവിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ആദിവാസികൾ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾക്ക് ഭൂമി വേണമെന്ന കാര്യത്തിൽ ഇവിടെ ആർക്കാ വിയോജിപ്പുള്ളത്? പക്ഷേ ഭൂമി കണ്ടെത്തുന്നതിനുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ. ഇപ്പോൾ വയനാട്ടിലെ അനുഭവം ഞാൻ പറയാം. 50 കോടി രൂപ വയനാട്ടിലെ ആദിവാസികൾക്ക് ഭൂമി വാങ്ങിക്കൊടുക്കാൻ ഏൽപ്പിച്ചിട്ട് വർഷങ്ങളായി. ഇവിടെ 26,000 ഏക്കർ HML ഭൂമിക്ക് മാത്രമുണ്ട്. അത് ഏറ്റെടുത്ത എല്ലാ വിഷയങ്ങളും കഴിഞ്ഞു. പക്ഷെ അങ്ങനെ ഏറ്റെടുക്കാനുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കഴിയില്ലാത്തപ്പോഴാണ്. ശ്രീ ലാഹഗോപാലൻ, വ്യത്യസ്ത സർക്കാരുകൾ സാധുജന സംരക്ഷണ സമിതിയുടെ ചെങ്ങറയിലെ സമരത്തോട് അല്ലെങ്കിൽ പൊതുവെ ദലിതുകളുടെ ഭൂപ്രശ്നത്തോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? താങ്കളൊന്ന് വ്യക്തമാക്കാമോ? നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം. ആദിവാസികൾ ആദ്യം CK ജാനുവിൻ്റെ നേതൃത്വത്തിൽ സമരം നടത്തി. ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണി ആദിവാസികളുടെ ഫണ്ടിൽ നിന്ന് 42 കോടി രൂപ മുടക്കി 7500 ഏക്കർ ഭൂമി കണ്ണൂർ അതിൻ്റെ പേരിയം പറഞ്ഞു പിന്നെ സർക്കാർ ഏറ്റെടുത്തു. ആറളം ഫാം ഏറ്റെടുത്തു. ആ ഭൂമിയിൽ എത്ര ഏക്കറാണ് പട്ടികക്കാർ കൊടുത്തത്? ഈ LDF സർക്കാർ വന്നിട്ടല്ലേ ആ ഭൂമിയുടെ 3/4 ഭാഗവും ഒരു കമ്പനിക്ക് എഴുതി കൊടുത്തിരിക്കുന്നത്? അതുപോലെ തന്നെ ഈ LDFിൻ്റെ കാലത്തല്ലേ പിന്നെ ഫാൻ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന ആദിവാസികളുടെ മേഖല എടുത്തു കൊടുക്കുമെന്ന് AK ബാലൻ തീർത്ത് പറഞ്ഞതല്ലേ? രണ്ടാമതെന്താ AK ബാലൻ പറഞ്ഞത്? കാറ്റാടി യന്ത്രം അവിടെ തന്നെ ഇരിക്കട്ടെ, അതിൻ്റെ ലാഭം ആദിവാസികൾക്ക് കൊടുക്കാം. ആ കമ്പനിക്കാരന് എപ്പോഴെങ്കിലും ആദിവാസികൾക്ക് അതിൻ്റെ ലാഭം കൊടുക്കുമോ? ഇവർ ഏത് രീതിയിലാണ് പട്ടികജാതിക്കാരെ പിന്നെ പരിഗണിക്കുന്നതും പ്രതിനിധീകരിക്കുന്നതും കേൾക്കുന്ന ജനങ്ങൾ തീരുമാനിക്കട്ടെ. അവർ പറയുന്നു ചെങ്ങരയിൽ വെടിവെച്ചില്ലെന്ന്. ദാഹജലം തടഞ്ഞു, മരുന്ന് തടഞ്ഞും പട്ടണം തടഞ്ഞും 20 എണ്ണത്തിനെ കൊന്ന പാർട്ടിയാണ് ഈ CPM. അവരതിന് ശേഷം ഇപ്പോൾ ഭൂമി ഉണ്ടെന്നും പറഞ്ഞ് സമരത്തിനിറക്കി. ആരീസണ്ണിൻ്റെ ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു കൊടി കുത്തിയോ? അവർ പകരം കൊടി കുത്തിയത് ആരീസണ്ണിൻ്റെ ഭൂമിക്ക് അപ്പുറം. ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. ഇത്രയും ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു പാർട്ടി CPM-നെ പോലെ വേറെ ഒരിടത്തുമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും അത്രയില്ല. അതായത് എൻ്റെ ഭാഷയിൽ പറഞ്ഞ അവസാനത്തെ പട്ടികജാതിക്കാരനെ കൂടെ കൊന്നു തിന്നിട്ട് CPM-ന് സമാധാനം വരൂ എന്ന് മനസ്സിലാക്കിയിരിക്കുന്നതാണ്. ലാഹഗോപാലിന്റെ ആരോപണങ്ങൾക്ക് താങ്കൾക്ക് മറുപടി പറയാം. ലാഹഗോപാലിന്റെ വീക്ഷണവും കാര്യങ്ങളും എനിക്കറിയില്ല. അതിനൊന്നും മറുപടി അർഹിക്കുന്നതല്ല. അങ്ങനെ ഒരു നിലപാടൊന്നും കേരളത്തിൽ CPM-നെ കുറിച്ച് ആരും പറയില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതല്ലപ്പോഴോ വിഷയം. CPM ഉൾപ്പെടെയുള്ള ആൾക്കാർ പട്ടികജാതി ജനവിഭാഗങ്ങളോട് ദുർബല ജനവിഭാഗങ്ങളോട് എങ്ങനെയാണ് നിലപാട് സ്വീകരിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം വളരെ വൈകാരികമായിട്ടാണ് കാര്യങ്ങൾ കാണുന്നത്. അങ്ങനെ കാണാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. ശശീന്ദ്രൻ, അവസാനമായി ഒരു കാര്യം കൂടി. ഈ ഭൂമി, ഹാരിസന്റെ ഭൂമി ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഏറ്റെടുക്കും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഏറ്റെടുക്കുന്നില്ലെങ്കിൽ ശക്തമായ സമരത്തിന് CPM തയ്യാറാകുമോ? തീർച്ചയായും. കഴിഞ്ഞ മാർച്ച് 18-ാം തീയതി കാലത്ത് 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ CPM ഉൾപ്പെടെയുള്ളവർ ആദിവാസികൾ വയനാട്ടിൽ കളക്ടറേറ്റ് ഉപരോധിക്കുകയായിരുന്നു. ഇപ്പോഴും ആദിവാസികൾ ആ ഭൂമിയിലുണ്ട്. ഗവൺമെന്റ് നിലപാട് നോക്കിയിട്ട് അതിശക്തമായ സമരം തോട്ടം തൊഴിലാളികളെയും കൂടെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട്, ആദിവാസികളുടെ മാത്രം പ്രശ്നമായിട്ട് കാണാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. തോട്ടം തൊഴിലാളികളുണ്ട് അവിടെ. ആ തോട്ടം തൊഴിലാളികളുടെ പ്രശ്നമായിട്ട് മുഖ്യമായിട്ട് ഞങ്ങൾ എടുക്കുകയാണ്. ആ തോട്ടം തൊഴിലാളികളെയും ആദിവാസികൾ ഉൾപ്പെടെ ജനവിഭാഗങ്ങൾ ഭൂരിതരായ ആൾക്കാർ എല്ലാവരും കൂടി യോജിപ്പിച്ചുകൊണ്ട് എങ്ങനെ ഗവൺമെന്റ് എങ്ങനെയാണ് സമീപനം സ്വീകരിക്കുന്നത് നോക്കിയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കോടതിയുടെ ശക്തമായ പിന്തുണ ഉണ്ടായിരിക്കുകയാണ് ഈ ഗവൺമെന്റിന്. വളരെയധികം നന്ദി ശ്രീ CK ശശീന്ദ്രൻ, ലാഹഗോപാലൻ, VD സതീശൻ, ബിനു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. സ്പെഷ്യൽ എഡിഷൻ ഒരു ഇടവേളയിലേക്ക് പോകും.